നമുക്കിന്ന് ഏറ്റവും കൂടുതൽ ഇപ്പം ആളുകൾ പാനിക്കായിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന E20 പെട്രോളിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഞാൻ തൊലഹത്ത് റോയൽ കസ്റ്റമേഴ്സ് കാവന്നൂർ. ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. എന്നാലും എൻ്റെ അറിവുകളാണ് നിങ്ങളെയൊക്കെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും കറപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ റോയൽ എൻഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. റോയൽ എൻഫീൽഡ് തന്ന അപ്ഡേഷൻ അനുസരിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ആദ്യം E20 പെട്രോൾ എന്താണെന്ന് നോക്കാം നമുക്ക്. E20 പെട്രോൾ എന്ന് പറഞ്ഞാൽ 20% എത്തനോളും 20% എത്തനോള്, 80% പെട്രോൾ. അതായത് പെട്രോൾ 20% എത്തനോൾ മിക്സ് ചെയ്യുന്നതാണ് നമ്മുടെ E20 പെട്രോൾ. അപ്പം മുന്നേ നമുക്കുണ്ടായിരുന്നത്, ഒരു മിനിറ്റ്, സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, അത് ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് ക്യാമറ. ഓക്കെ, ഞാൻ പറഞ്ഞത് മുമ്പ് E10 പെട്രോൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. E10 പെട്രോൾ എന്ന് പറഞ്ഞാൽ 10% എഥനോൾ മാത്രമേ നമുക്ക്. E5 ഉണ്ടായിരുന്നു, നമ്മളത് വല്ലാതെ അറിഞ്ഞിട്ടില്ല. പക്ഷേ E10 ചെറിയ രീതിയിൽ അറിഞ്ഞിരുന്നു. E10 പെട്രോൾ ആയിരുന്നു ഇതുവരെ നിലവിലുണ്ടായിരുന്നത്. 2025 ഏപ്രിൽ വരെ E10 പെട്രോൾ ആയിരുന്നു. അത് 10% മാത്രമേ എഥനോൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 20% ആയിട്ടുണ്ട്. അപ്പം എത്തനോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ പിന്നെ നാച്ചുറലി ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. അതായത് കൃഷിക്കാരെ സഹായിക്കാൻ എന്ന പേരിലാണ്, കരിമ്പ് കൃഷിക്കാരാണ് കൂടുതലായിട്ടും സഹായിക്കുക എന്നുള്ള പേരിലാണ് അവരിത് ഇംപ്ലിമെൻ്റ് ചെയ്തേക്കുന്നത്. പക്ഷെ അതിൻ്റെ പുറകിലൊക്കെ വേറെ ലക്ഷ്യമായിരിക്കാം. എന്നാലും അതിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. നമുക്കിപ്പം കിട്ടിയ അടി എന്താണ്, അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പല ടോക്കും ഉണ്ട്, രാഷ്ട്രീയപരമായ ടോക്കുകളാണ്. അപ്പോൾ അത് നമ്മൾ സംസാരിച്ചിട്ട് നമുക്കതൊരു കാര്യമല്ല, ടൈം വേസ്റ്റ് എന്ന് മാത്രമേ ഉള്ളൂ. അതെന്തായാലും അവർ നടത്താമെന്ന് വിചാരിച്ചാൽ അവർ നടത്തും. ഇപ്പോൾ കസ്റ്റമേഴ്സായ നമ്മൾ ആണ് പെടുക. E20 പെട്രോള് ഇപ്പം ഏതൊരു വാഹനങ്ങളാണ് കൂടുതൽ ബാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. E20 പെട്രോൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഏതൊക്കെ വണ്ടികളാണ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ നിലവിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്, എന്തൊക്കെ ബെനിഫിറ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. ബെനിഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ ബെനിഫിറ്റൊക്കെ E20 പെട്രോളിനുണ്ട്. ആ കാർബൺ ഡെപ്പോസിറ്റൊക്കെ കുറയുമെന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഓക്ടെയിൻ പവർ കൂടിയ പെട്രോളാണ് ശരിക്കും. ഓക്ടെയിൻ പവർ കൂടുന്നുണ്ട് ശരിക്കും E20 പെട്രോൾ പിന്നെ എഥനോൾ മിക്സ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെയൊക്കെ ചെറിയൊരു ബെനിഫിറ്റ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ ഫേസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് പഴയ വണ്ടികൾക്കാണ്. അപ്പോൾ നിലവിൽ 2023 വരെ വന്ന വണ്ടികൾക്ക്, 23 മുന്നേ ഉള്ള വണ്ടികൾക്ക് ചെറിയ രീതിയിൽ എഫക്റ്റ് ആവും. 23 ശേഷമുള്ള വണ്ടി E20 കമ്പാറ്റബിൾ ആണ് പാർട്സുകൾ എന്നൊക്കെയാണ് കമ്പനി അവകാശപ്പെടുന്നതെങ്കിലും, എല്ലാ വാഹനങ്ങളും അങ്ങനെയാണ് പറയുന്നതെങ്കിലും, അങ്ങനെയാണ് പറയുന്നത്. എന്നാലും പൂർണ്ണമായിട്ട് അതിലേക്കൊന്നും എത്തി എന്നൊന്നും ഒരു കമ്പനി അവകാശപ്പെടുന്നില്ല. കമ്പനികളൊക്കെ പിന്നെ പറയാൻ ടൊയോട്ട ഒക്കെ ശരിക്കും വാറണ്ടി തന്നെ ക്യാൻസലാവും എന്നൊക്കെയാണ് പറയുന്നത്, കേൾക്കുന്നത്. പിന്നെ മാരുതി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കുറച്ചുകൂടി സ്മാർട്ടായിട്ട് അതിൻ്റെ കൺവേർഷണൽ കിറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ കൺവേർഷണൽ കിറ്റൊക്കെ ഇറക്കുമ്പോൾ തന്നെ അതിൽ മനസ്സിലാക്കണം അതിന് പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ E20 എത്തനോളിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വല്ലാതെ വാട്ടർ അബ്സോർപ്ഷൻ കൂടിയിട്ടുള്ള ഒരു പിന്നെ
ഇതാണ് എഥനോൾ. അതായത് വെള്ളത്തെ പെട്ടെന്ന് വലിച്ചെടുക്കും, ചുറ്റുപാടുള്ള അന്തരീക്ഷത്തിലെ വെള്ളത്തിനെയൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കും. അപ്പോൾ റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം, റോയൽ എൻഫീൽഡ് എന്നല്ല ഏതൊരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ ഏറ്റവും വലിയ വിഷയം ടാങ്കിൽ ഒരു തുള്ളി പോലും വെള്ളം പാടില്ല എന്നുള്ളതാണ്. അപ്പം ഓൾറെഡി വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ ഈ വെള്ളമായിട്ട് പെട്ടെന്ന് എഥനോൾ പ്രവർത്തിക്കും. അപ്പം വെള്ളത്തിൻ്റെ അളവ് വർദ്ധിക്കും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ വെള്ളം അടിയിൽ ഊറി വേറെ സെപ്പറേറ്റ് ആയി നിന്നിട്ട് നേരെ പമ്പിലേക്ക് പോലും കാർബേറ്റിലൊക്കെ പോലെ ഈ ഒരു വാട്ടർ കണ്ടൻറ്റ് എഥനോളായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു വിഷയം ഇതിൽ നല്ലോണം കിടക്കുന്നുണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം ശ്രദ്ധിക്കേണ്ടത് ടാങ്ക് നല്ലോണം ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. ഏതൊരു വാഹനമാണെങ്കിലും ടാങ്ക് നല്ലോണം ക്ലീൻ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ കൂടെ അതിൽ പെട്രോൾ അടിക്കുക. കഴിയുന്നതും ഫുൾ ടാങ്ക് പെട്രോൾ ആക്കാൻ ശ്രമിക്കുക. നമുക്ക് നടക്കുന്ന സംഗതിയല്ല എന്നറിയാം. അതായത് ഇപ്പം നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇതിൽ നിന്ന് ചെറുങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗ്ഗമുള്ളൂ എന്ന് തോന്നുന്നു. കാരണം വാട്ടർ അബ്സോർപ്ഷൻ കൂടിയത് കൊണ്ട് തന്നെ ടാങ്കിൻ്റെ എയർ ഗ്യാപ്പിൽ വല്ലാതെ വെള്ളം വന്ന് കെട്ടി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അത് കൂടുതൽ നിർത്തിയിരുന്ന വണ്ടികൾക്ക് ബാധിക്കട്ടെ. നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ ലോങ് ടൈം പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്കാണ് നല്ലോണം ശ്രദ്ധിക്കുക. ഇതിന് സെപ്പറേഷൻ പീരീഡ് ഉണ്ട്. എഥനോളും പെട്രോളും നമ്മൾ സെപ്പറേഷൻ പീരീഡ് ഉണ്ട്. ആ സമയം കഴിഞ്ഞത് സെപ്പറേറ്റ് ആവും. സെപ്പറേറ്റ് ആയി കഴിയുമ്പോൾ എഥനോൾ വേറെ കിടക്കും, പെട്രോൾ വേറെ കിടക്കും. ഇതൊക്കെ കാർബറേറ്ററിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പിന്നെ നമ്മൾ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നേരെ എഥനോളായിരിക്കും കയറി ചെല്ലുക. അപ്പോൾ അതിനനുബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വണ്ടിയിൽ കാണിക്കും. മിസ്സിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കും കേട്ടോ. അത് എന്തൊക്കെയാണ് ശരിക്കും വരാൻ പോകാമെന്ന് ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം. അപ്പോൾ ചെറിയ ഇതിലൊക്കെ എഫക്റ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് നമ്മളെ എക്സ്പീരിയൻസിൽ. അത് ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. അതിൻ്റെയൊക്കെ ഓരോ ആഫ്റ്റർ എഫക്റ്റ് ശരിക്കും നമ്മൾ അനുഭവിച്ച് അറിയാൻ പോകുന്നുള്ളൂ. നമുക്ക് ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ അതിൽ നിങ്ങളോട് പറയുന്നത്. അപ്പം പാർക്ക് ചെയ്യുന്ന ലോങ് ടൈം പാർക്ക് ചെയ്യുന്ന വണ്ടികൾക്ക് ലോങ് ടൈം എന്നല്ല, വല്ലാതെ ഷോർട്ട് ടൈം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വിഷയം നല്ലോണം ഉണ്ട്. അതുകൊണ്ട് പെട്രോൾ ടാങ്ക് നല്ലവണ്ണം ക്ലീൻ ചെയ്യുക, വെള്ളം നല്ല ഒഴിവാക്കിയെടുക്കുക. വെള്ളം ഒഴിവാക്കിയതിന് ശേഷം പെട്രോൾ അടിക്കാൻ തുടങ്ങുക. ഫുൾ ടാങ്ക് പെട്രോൾ ഓടിക്കഴിഞ്ഞാൽ ടാങ്കിൻ്റെ തുരുമ്പിൽ നിന്നൊരു പരിധി വരെ രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ടാങ്ക് ഒന്നൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. വാട്ടർ കണ്ടൻറ്റ് കൂടുതലുണ്ട്, അതൊന്ന് ഒഴിവാക്കി കൊടുക്കുക. പിന്നെ അതേമാതിരി അഡിറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യാൻ തോന്നും. മുമ്പൊക്കെ അഡിറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നില്ല, പെട്രോൾ അഡിറ്റീവ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഇഞ്ചക്ടറൊക്കെ ഒന്ന് ക്ലീൻ ആയി കുറച്ച് കഴിയുമ്പം പോകും. ഒരു 1000 കിലോമീറ്റർ കൂടുമ്പോഴും ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് അതിൽ അഡിറ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ എഥനോളിൻ്റെ എന്തെങ്കിലും ക്ലോഗായി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീനായി പോയിക്കോളും എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതിൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന ഫ്യൂവൽ ലൈനെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഈട്ടൻ പെട്രോൾ വന്ന സമയത്ത് തന്നെ നമ്മളൊരു വണ്ട് വന്നിട്ട്, ചെറിയൊരു വണ്ട്, എൻ്റെ വണ്ടിൻ്റെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ. അത് ഫ്യൂവൽ ലൈൻ തുരക്കുക. കാരണം അത് എഥനോൾ ആകർഷിക്കും. അത് എഥനോളിൻ്റെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ അത് എവിടെ ഉണ്ടെങ്കിലും വന്ന് കേട്ട് അത് തുരക്കും. അപ്പോൾ തുരന്നിട്ട് ഫ്യൂവൽ ലൈൻ ലീക്ക് ആവുക. അതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. പെട്രോളിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ടോ എന്നുള്ളത്, വണ്ടിയിൽ നിന്നൊക്കെ പെട്രോളിൻ്റെ സ്മെല്ലോ മറ്റോ വരുന്നുണ്ടോ എന്നുള്ളത്. വണ്ടി ഫയർ ആവാൻ വരെ സാധ്യതയുള്ളൊരു കേസാണ് അതൊക്കെ. അപ്പോൾ ഫ്യൂവൽ ലൈന്, റബ്ബർ പാർട്സ്, സീൽസ് ഇതൊക്കെയാണ് വല്ലാതെ ബാധിക്കുന്നത്. ഇത് വല്ലാതെ ബാധിക്കുന്ന വാഹനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2015 മുന്നുള്ള വണ്ടികളായിരിക്കും, BS4 മുന്നുള്ള വണ്ടികളായിരിക്കാം. എന്നാലും പിന്നെ റോയൽ എൻഫീൽഡ് ഇതിന് കൺവേർഷണൽ കിറ്റ് ഇറക്കിയിട്ടുണ്ട്. BS3ക്കും BS4നും കൺവേർഷണൽ കിറ്റ് ഇറക്കിയിട്ടുണ്ട്. കാർബറേറ്ററിൻ്റെ, അതായത് കാർബറേറ്ററിൻ്റെ റബ്ബർ പാർട്സാണ് കൂടുതലും. റബ്ബർ പാർട്സ്, പ്ലാസ്റ്റിക് പാർട്സ്, ഓറിങ്സ്, അതുമാതിരി ജെറ്റുകൾ, നീഡിൽസ് എല്ലാം തന്നെ ഒരു കിറ്റായിട്ട് റോയൽ എൻഫീൽഡ് ഇറക്കിയിട്ടുണ്ട്. E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള കിറ്റ് ഇറക്കിയിട്ടുണ്ട്. ആ കിറ്റ് വാങ്ങി ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ കാർബറേറ്ററിൽ ഉണ്ടാകുന്ന എല്ലാ പിന്നെ പ്രശ്നങ്ങളും നമുക്ക് പിന്നെ പരിഹരിക്കാൻ കഴിയും എന്നാണ് അവകാശപ്പെടുന്നത്. അതൊരു പരിധിവരെ ശരിയാണ്. കാരണം അതിൻ്റെ എഥനോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആണ് റബ്ബർ പാർട്സിനും സീൽസിനൊക്കെയാണ്. അത് പ്രൂവണാണ്. അത് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ പുറത്ത് വിട്ടിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു കാര്യമാണ് റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാനുള്ളത്. മാരുതി ആണെങ്കിൽ 5,000-6,000 റുപ്യ കൊടുത്തിട്ട് ഒരു കിറ്റ് ഇറക്കിയിട്ടുണ്ട്, കൺവെൻഷണൽ കിറ്റ് ഇറക്കിയിട്ടുണ്ട്. 6,000 റുപ്യയുടെ ചിലവ് വരുന്നത്. നമുക്ക് 2,000 രൂപ ചോട് 1,800-1,600 റേഞ്ചിലൊക്കെയാണ് നമ്മളെ കൺവെൻഷണൽ കിറ്റിന് വരുന്നത്, റോയൽ എൻഫീൽഡിന് വരുന്നത്. അപ്പോൾ അത് വാങ്ങി ചെയ്യുക. കാർബറേറ്റർ ഏത് വർക്ക് എടുക്കുകയാണെങ്കിലും കൂടി ഒരു കൺവെൻഷണൽ കിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു റെസിസ്റ്റൻസ് പവർ ഉള്ളത് കൊണ്ട് തന്നെ അതിൽ നിന്നുള്ള പ്രശ്നം ഒഴിവാക്കാൻ നമുക്ക് പറ്റും. പിന്നെ പഴയ വാഹനങ്ങൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ 15% നമ്മൾ ഫ്യൂൽ പിന്നെ മൈലേജ് ഡ്രോപ്പും പ്രതീക്ഷിക്കാം. 8%ഒക്കെയാണ് പറയുന്നതെങ്കിലും കൂടി എൻ്റെ ഒരു അഭിപ്രായത്തിൽ 15% വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ഒരു മൈലേജ് ഡ്രോപ്പ്.
കാരണം നമുക്ക് പെട്രോളല്ല കിട്ടുന്നത്. പെട്രോളിൻ്റെ സ്ഥാനത്ത് 20% എത്തനോളാണ്. ആ എത്തനോളിൻ്റെ പ്രശ്നം എന്തായാലും നമുക്ക് വണ്ടിയിലുണ്ടാവും. പിന്നെ പ്യുവറായിട്ടുള്ള പെട്രോൾ എല്ലാ വാഹനങ്ങളും, പെട്രോളും നോർമൽ എല്ലാ പെട്രോളിലും എത്തനോൾ മിക്സഡ് ആണ് ഇപ്പം. മുമ്പൊക്കെ പിന്നെ കിട്ടുമായിരുന്നെങ്കിൽ ഇന്ത്യൻ ഓയിലിൻ്റെ XP100, അതേമാതിരി HP-ൻ്റെ പവർ 100 ഒക്കെ ശരിക്കും 100 ഒക്ടേൻ പെട്രോളാണ്. മുമ്പ് 95, 90 കിട്ടുമായിരുന്നു, പല പേരിലും കിട്ടുമായിരുന്നു. ഇപ്പോൾ അതിലൊക്കെ എത്തനോൾ മിക്സിംഗ് ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ ഓയിലിൻ്റെ HP-ൻ്റെ പവർ 100ഉം ഇന്ത്യൻ ഓയിലിൻ്റെ XP100ഉം ഒക്കെ പിന്നെ 100 ഒക്ടേൻ പെട്രോൾസാണ്. പക്ഷേ 100 ഒക്ടേൻ പെട്രോൾസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു വിഷയമുണ്ട്. നമുക്ക് കുറച്ച് പ്രൈസ് എക്സ്പെൻസീവാണ് പെട്രോളിന്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് വണ്ടീൻ്റെ പവർ ഡെലിവറി കിട്ടണമെന്നുണ്ടെങ്കിലും പെട്രോളിന് ശരിക്കുള്ള ആ ഒരു പെർഫോമൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടിയിലേക്ക് പിന്നെ ഈ ഒരു പെട്രോൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ വേറെ രക്ഷയൊന്നും ഇപ്പോൾ നമ്മുടെ മുന്നിലില്ല. പിന്നെ പവർ ലോസ് എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിൽ, അപ്പോൾ ഞാനിപ്പോൾ ഓടിക്കുന്ന വണ്ടി പെട്രോൾ വണ്ടിയാണ്. ഇതിൽ ചെറിയൊരു പവർ ലോസ് പെട്രോളിൽ ശരിക്കും എഫക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ CNG ആയതുകൊണ്ട് നമുക്ക് വലിയൊരു വിഷയമില്ലാന്ന് വിചാരിക്കും. പെട്രോളിലൊക്കെ നല്ല പവർ ഉണ്ടായിരുന്നാൽ പെട്രോളിൻ്റെ പവർ വരെ ഇപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് ഈ ഒരു പെട്രോളിൻ്റെ ശേഷമാണ് എനിക്കിത് ശരിക്കും ഫീലായി തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ. മെയിനായിട്ട് 2015 മുന്നുള്ള വണ്ടികൾക്കായിരിക്കും കൂടുതലായിട്ട് നമുക്കിത് എഫക്റ്റ് ആവാൻ പോകുന്നത്. കാരണം അതൊന്നും ഒരു E20 കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരു പാർട്സും അതിലില്ല. മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, റബ്ബർ പാർട്സ്, ഓറിങ്സ്, ഫൈബർ പാർട്സുകളൊക്കെയാണ് ശരിക്കും ഇത് ഫ്യൂൽ ലൈന് ഇതൊക്കെയാണ് ശരിക്ക് ഇതുകൊണ്ട് നമുക്ക് ദോഷം ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും കൺവേർഷണൽ കിറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു, കമ്പനി ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതല്ല എങ്കിൽ നമ്മൾ മാക്സിമം ഒന്നും നോക്കാനല്ല, കഴിയുന്നത്ര ഉപയോഗിക്കുക. അത് കഴിഞ്ഞാൽ ആ സമയത്ത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാതെ വേറെ ഒന്നും നമുക്ക് അതിന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ E10 E30 വരാൻ പോകാമെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ E30യും അടുത്ത E30 E40 E50 ഇങ്ങനെ എത്തനോളിൽ തന്നെ കുറച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടും. പക്ഷേ അതൊന്നും നമ്മളിപ്പോൾ 2025 ഇപ്പോൾ ഈ വരുന്ന വാഹനങ്ങളൊക്കെ അതിലൊക്കെ കമ്പാറ്റബിൾ ആയിട്ടുള്ള സംഗതി വാഹനങ്ങളാണ് ഇറക്കുന്നത്. അതിൻ്റെ കംപ്രഷൻ റേഷ്യോ എല്ലാ കാര്യങ്ങളും ടൈമിങ്ങും എല്ലാം അതിനനുസരിച്ച് അഡ്വാൻസ്ഡ് ആയിട്ടാണ് വണ്ടികൾ ഇപ്പോൾ ഇനി വരാൻ പോകുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ നിലവിൽ യൂസ്ഡ് വണ്ടി ഉപയോഗിക്കുന്നവരാണ് ഇതിനൊക്കെ നമ്മൾ ബുദ്ധിമുട്ടാവുക. അപ്പോൾ E20 പെട്രോളിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള E20 പെട്രോൾ എത്രത്തോളം പിന്നെ വെള്ളമുണ്ട് എന്നുള്ളത്, എങ്ങനെയാണെന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പം E20 പെട്രോൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഞങ്ങളോട് പറഞ്ഞിടാം. ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് ടാങ്ക് തുരുമ്പ് പിടിക്കുക. ടാങ്ക് തുരുമ്പിന് സാധ്യത അല്ല. ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ തുരുമ്പ് റോയൽ എൻഫീൽഡിൻ്റെ ടാങ്കിന് തുരുമ്പാണ് പഴയ വണ്ടികൾക്കൊക്കെ. അപ്പോൾ ഇതിന് കുറച്ചൊരു സാധ്യത എന്തായാലും വർദ്ധിക്കുന്നുള്ള സംശയം വേണ്ട. അപ്പം കൂടുതൽ എപ്പോഴും നമ്മൾ ഒന്നുമില്ല, ടാങ്ക് ഇടയ്ക്കിടയ്ക്ക് മുമ്പ് തിരിഞ്ഞു നോക്കാതെ നിൽക്കുന്ന മാതിരി വണ്ടി നിർത്തിയിട്ടിട്ട് കുറേ കാലമായി തിരിഞ്ഞു നോക്കുന്ന മാതിരി ഒന്നും തിരിഞ്ഞു നോക്കിയാൽ മതിയാവില്ല. അത് നിങ്ങൾ ചെയ്യേണ്ടത് ഇടയ്ക്ക് ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ മിസ്സിങ് വരുമോ എന്നൊക്കെ ചോദിച്ചു. E20 പെട്രോൾ തീർച്ചയായിട്ടും മിസ്സിങ് വരെ. എങ്ങനെയാണ് വരുന്നത്? നമ്മുടെ ടാങ്കിൽ പെട്രോൾ ഫ്യൂലിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ വെള്ളമുള്ള സമയത്തൊക്കെ നമ്മൾ ഈ കൊണ്ടുപോയി E20 പെട്രോൾ അടിക്കുന്ന ആ വെള്ളത്തിൻ്റെ പിന്നെ മറ്റേ ആ വെള്ളവും ഈ വെള്ളം പിന്നെ ആയിക്കഴിഞ്ഞാൽ 10% പെട്രോൾ 30% പിന്നെ 10% ഉണ്ടായിരുന്ന വെള്ളം 30% ആവും. അപ്പോൾ നേരെ ഫ്യൂൽ പമ്പിലേക്കല്ല ഇഞ്ചക്ടറിലേക്ക് അടിച്ച് കയറും, അല്ല കാർബറേറ്ററിലേക്ക് പോകും. വണ്ടി മിസ്സിങ് ഉണ്ടാവില്ലേ? മിസ്സിങ് ആണ്, അതാണ് പ്രശ്നം. അപ്പോൾ പെട്രോൾ അടിച്ച ഉടനെ തന്നെ മിസ്സിംഗ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കുക. ഈ ഒരു പെട്രോളിൻ്റെ പ്രശ്നം കൊണ്ടാണ്, നിലവിലുള്ള വെള്ളം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അതായത് എത്തനോളും ഈ വെള്ളവും തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് ഈ മിസ്സിങ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ടാങ്ക് എല്ലാവരും തന്നെ ഈ വണ്ടിയുടെ ഏത് വണ്ടിയാണെങ്കിലും ഫ്യൂൽ ടാങ്ക് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി നമ്മൾ കുറച്ച് ഓടുന്ന സമയത്ത് അഡിറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് നന്നാവും തോന്നുന്നതായിരിക്കും. അഡിറ്റീവ്സ് ഒന്നും ആർക്കും സജസ്റ്റ് ചെയ്യാറില്ല. അതൊക്കെ മുമ്പുള്ള കാര്യങ്ങളിൽ ഒക്ടേൻ 95, 91 പിന്നെ 100 പെട്രോൾ കിട്ടിയിരുന്ന നമുക്ക് ഇപ്പോൾ അത് കിട്ടാത്തത് കൊണ്ട് ഇപ്പം അഡിറ്റീവ്സൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അതിൻ്റെയൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്നുള്ള നമുക്ക് ചെയ്ത് നോക്കിയിട്ട് പറയാം, എന്നിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. അപ്പോൾ നിലവിലിപ്പോൾ E20 പെട്രോളിനെ കുറിച്ച് എനിക്കിതാണ് പറയാനുള്ളത്. ഏതായാലും നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തേ മതിയാവും. അതിന് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം ചിന്തിക്കുക. റോയൽ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 കാര്യങ്ങളാണ്. കൺവെൻഷണൽ കിറ്റാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള വാഹനങ്ങൾ ഇറക്കി തുടങ്ങും എന്തായാലും. അതില്ലാതെ ഇപ്പോൾ ഇനി അതിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. എല്ലാവരും മാർക്കറ്റും എല്ലാവരും ബിസിനസ്സും ആണല്ലോ. അപ്പോൾ നമുക്കിതാണ് ചെയ്യാൻ പറ്റുക. വാക്വം പിസ്റ്റണോ കാർബറേറ്ററായിട്ട് വർക്ക് എന്തെടുക്കുകയാണെങ്കിലും പൂർണ്ണമായിട്ട് E20 ഇതിലേക്ക് മാറാൻ ശ്രമിക്കുക. വെറുതെ പൈസ വേസ്റ്റ് ആക്കിയിട്ട് സാധാരണ നോർമൽ വാൽവ് പിസ്റ്റണൊന്നും വാങ്ങി വെക്കാതിരിക്കുക. എൻ്റെ അറിവിൽ ഇപ്പോൾ റോയൽ എൻഫീൽഡാണ് ഇതിനൊക്കെ ഇനി ഒരു കൺവേർഷണൽ കിറ്റ് ഇറക്കിയിട്ടുള്ളത്. ഇനി എല്ലാ വാഹന നിർമ്മാതാക്കളും അതിലേക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നിലവിലതാണ്. അപ്പം E20 പെട്രോളിനെ കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് ഇത്രേ കാര്യങ്ങളാണ് പറയാനുള്ളത്. നമുക്ക് അറിയാത്ത സംഗതി വല്ലതും ഉണ്ടെങ്കിൽ, ഞാൻ പറയാത്ത സംഗതി വിട്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കുക.
ഇനി പറഞ്ഞ പോലും ഫാൾട്ടോ തെറ്റോ ആണ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കാരണം ഞാൻ ഇതിൽ പിന്നെ റിസർച്ച് നടത്തിയ ആളൊന്നുമല്ല, എൻ്റെ അറിവാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റിൻ്റെ ക്ഷമിക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.